അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒറ്റ സ്റ്റെപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും വഴച്ചുണ്ട്, പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ അസാധ്യ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം കൂന്തൽ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ റെസിപ്പീസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് എല്ലാം കൂടെ അതിനകത്തോട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബൗളിൽ 2 സവാള ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. 2 സവാളക്ക് ഒരു തക്കാളി എടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറിയ പീസായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചേർത്തിട്ട് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതേപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് 2 പിടി കൂന്തലാണ്, കാരണം കൂന്തൽ കട്ട് ചെയ്തതിന് ശേഷമുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2 പിടി ഉണ്ടാവും, ഒരു ചെറിയ കൈക്ക് 2 പിടി ഉണ്ടാവും. ഒരുപാട് ഉള്ളി ആയി കഴിഞ്ഞാലും എന്താ പറ്റുന്നത് വെച്ചാൽ മധുരമായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ 2 സവാള എടുത്തിട്ടുള്ളത്, കൂടുതലാവാൻ പാടില്ല. ഇനി ഇതിനകത്തോട്ട് മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവ് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ അവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ശരിക്കും നല്ല സ്പൈസി ആയിട്ടാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂട്ടുകയോ അതുപോലെ തന്നെ മുളക് പൊടി കൂട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ചട്ടിയിലിട്ട് ഒന്ന് എടുക്കാമെന്ന് മാത്രമാണ്. അപ്പോൾ അതേ ഞാൻ ചട്ടിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധാരണ പോലെ ഇത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇല്ലേ, നമ്മുടെ നല്ല ജീരകം, അത് ചേർത്ത് ഒന്ന് പൊട്ടിക്കുക. കുറച്ച് കറിവേപ്പില ഇടണം, ഞാൻ ഇടാൻ മറന്നുപോയതാണ് കേട്ടോ, കഴുകി വെച്ചിട്ട് ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഇപ്പോൾ കുറേ മാതിരി ഉണ്ടാവും, വെന്ത് കഴിയുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സവാളയിൽ നിന്നും അതേപോലെ തന്നെ കൂന്തലിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. പിന്നെ കൂന്തൽ നമ്മൾ ഒത്തിരി നേരമൊന്നും അങ്ങ് വേവിക്കരുത്. സാധാരണ മീനൊക്കെ വേവിക്കില്ല, അത്രയും തന്നെ വേവുള്ളൂ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കിനി ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആകുമ്പോഴേക്കും നമ്മുടെ മീൻ നന്നായിട്ട് വേവും. കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതേ ഞാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതേ വീണ്ടും അടച്ചു വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മിക്സ് ചെയ്യണം, കാരണം ചിലപ്പോൾ അടി പിടിക്കും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് വെള്ളം മാതിരി ഉണ്ടാവുക, പക്ഷേ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇച്ചിരി കഴിയുമ്പോൾ ആ ചൂടിൽ നല്ല പോലെ വറ്റും. പിന്നെ ഒട്ടും തന്നെ ചാറുണ്ടാവില്ല. അപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. നല്ല കിഡിലനാണ്, കഴിക്കാൻ നല്ല അടിപൊളിയാട്ടോ, കാരണം ജീരകത്തിൻ്റെ ടേസ്റ്റും മൊത്തത്തിൽ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഒരു ചെമ്മീൻ്റെ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നല്ല കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.